ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ആരാണ് ദൂതന്മാരെന്ന് ബൈബിൾ വായിച്ചിട്ടുള്ളവർ ഒരിക്കൽ പോലും ചിന്തിക്കാതിരുന്നിട്ടുണ്ടാവില്ല. എബ്രായർ 1:6-7 പിന്നെയും ആദ്യജാതനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ ആരാധിക്കണമെന്ന് താൻ അരുൾ ചെയ്യുന്നു. അവൻ തൻ്റെ ദൂതന്മാരെ കാറ്റുകളും തൻ്റെ ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലകളുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. എബ്രായർ 1:14 പറയുന്നത്, അവരൊക്കെയും രക്ഷ അവകാശമാക്കുവാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലയോ എന്നാണ്. സൃഷ്ടാവിനെ ആരാധിക്കാനും ശുശ്രൂഷിക്കാനും ദൈവമക്കളെ ശുശ്രൂഷിക്കാനുമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൂതന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിനായി സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളാണവർ. ദൈവഹിതം മനുഷ്യരോട് അറിയിക്കാനുള്ള സന്ദേശവാഹകരായി കാണുന്നുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത മറിയത്തിനും ജോസഫിനും ആട്ടിടയന്മാർക്കുമെല്ലാം നൽകിയത് ദൂതന്മാരാണ്. യേശു മരിച്ചതിനു ശേഷം കല്ലറയിങ്കൽ അവർ പ്രത്യക്ഷപ്പെട്ടതായി ബൈബിളിൽ ലൂക്ക 24:4-7 വരെ വായിച്ചാൽ കാണുന്നുണ്ട്. അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ 8:26, 10:1-8 വരെ വായിച്ചാൽ ഫിലിപ്പോസും കൊർന്നേലിയുസും ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിച്ചതായി പറയുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഏലിയാവിന് ഭക്ഷണം കൊടുക്കുന്നതായും ദാനിയേൽ 3-ാം അധ്യായത്തിൽ തീച്ചൂളയിൽ നിന്നും സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും ദാനിയേലിനെയും കൂട്ടുകാരെയും രക്ഷപ്പെടുത്തുന്നതായും കാണുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 12:9-11 വരെ വായിച്ചാൽ പത്രോസിനെ കർത്താവിൻ്റെ ദൂതൻ തടവറയിൽ നിന്ന് രക്ഷിക്കുന്നതായി കാണുന്നുണ്ട്. ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ 3 പേർ അബ്രാഹാമിനെ സന്ദർശിച്ചിരുന്നു. അബ്രാഹാം അവരെ സത്കരിക്കുന്നതായും കാണുന്നു. എബ്രായർ 13:1-2 വായിച്ചാൽ ചിലർ അറിയാതെ ദേവദൂതന്മാരെ സത്കരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ലൂക്കോസ് 16:22 ദൂതന്മാർ ലാസറിൻ്റെ ആത്മാവിനെ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, അയക്കുന്നിടത്തേക്ക് പോകുക, അവരോട് പറയാനുള്ളത് പറയുക, ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ മക്കളെ ശുശ്രൂഷിക്കുക എന്നിങ്ങനെയുള്ള ദൗത്യങ്ങളാണ് ദൂതന്മാർക്കുള്ളത്. നമ്മെ കാത്തു സൂക്ഷിക്കാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് 91-ാം സങ്കീർത്തനം 11:12 പറയുന്നു. കേൾക്കൂ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കേണ്ടതിന് അവർ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിക്കും. മിഖായേൽ, ഗബ്രിയേൽ എന്നിങ്ങനെ പ്രധാന ദൂതന്മാരുടെ പേരുകൾ ബൈബിളിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അഹങ്കരിച്ച് ദൈവത്തെക്കാൾ മുകളിൽ സ്ഥാനം പിടിക്കാൻ ആഗ്രഹിച്ച് വീണുപോയ ദൂതനാണ് ലൂസിഫർ. 3-1 ദൂതഗണവും അവരോടൊപ്പം വീണുപോയി. അവരാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യ എതിരാളികൾ. യേശുവിനെ ദൂതന്മാർ ശുശ്രൂഷിച്ചതായി കാണുന്നു. മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഗെത്സമൻ തോട്ടത്തിൽ വെച്ചും ശുശ്രൂഷിക്കുന്നതായി പറയുന്നുണ്ട്. ഒരു പ്രധാന കാര്യം നമുക്ക് ദൂതന്മാരോട് കൽപ്പിക്കാൻ പാടില്ല എന്നതാണ്. ദൈവപുത്രനായ യേശു പോലും അങ്ങനെ ചെയ്യുന്നില്ല. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന വേളയിൽ പത്രോസ് വാളെടുത്തപ്പോൾ യേശു പറയുന്നത് മത്തായി 26:53 ശ്രദ്ധിക്കൂ, എൻ്റെ പിതാവിനോട് 12-ലധികം ലെഗ്യോനിലും ദൂതന്മാരെ എൻ്റെ അടുക്കൽ നിർത്തേണ്ടതിന് എനിക്കിപ്പോൾ അപേക്ഷിക്കുവാൻ കഴിയുകയില്ലെന്ന് തോന്നുന്നുവോ എന്ന് ചോദിക്കുന്നു. കൽപ്പിക്കാതെ പിതാവിനോട് അപേക്ഷിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ലെഗ്യോൺ എന്ന് പറയുന്നത് 3000-നും 6000-നും ഇടയിലാണ്. 12 ലെഗ്യോൺ വലിയൊരു നമ്പറായിട്ടാണ് ഇവിടെ പറയുന്നത്. ചിലർ ദൂതന്മാരെ ആരാധിക്കുന്നുണ്ട്. ഒരിക്കലും പാടില്ല. അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. വെളിപാട് 22:8-ലും 19:19-ലും 19:10-ലും ദൂതർ തന്നെ അങ്ങനെ പാടില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. 19:10 കേൾക്കുക. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക. യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ.
വെളിപാടിൽ യോഹന്നാൻ ദൂതൻ അന്ത്യസമയത്തുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ദൂതന്മാരുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം യോഹന്നാൻ വെളിപാടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചു നോക്കണം സഹോദരങ്ങളെ. മത്തായി 24:31 യേശു പറയുന്നു, അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടി അയക്കും. അവർ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്നും കൂട്ടിച്ചേർക്കും. നമുക്കതിനായി കാത്തിരിക്കാം. മത്തായി 13:49-50 പറയുന്നത് ശ്രദ്ധിക്കും. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ വന്ന് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ എറിഞ്ഞു കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദൈവവചനം വ്യക്തമായി പറയുന്നു, ദൈവമക്കൾക്ക് ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ടെന്ന്. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.